ലണ്ടൻ ബ്രിഡ്ജ് മെട്രോ എന്ന് പറയുന്ന സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഫസ്റ്റിൽ പോകാൻ കഴിയുന്നത് നല്ലൊരു ഭാഗ്യമാണ്. കാരണം ലണ്ടൻ ബ്രിഡ്ജ് ആണ് ലണ്ടൻ്റെ പ്രത്യേകത. മെട്രോ പോകുന്നത് കാണുന്നുണ്ടെങ്കിൽ മുകളിൽ കൂടി ഇത് ലണ്ടൻ്റെ ഒരു പ്രത്യേക സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുമ്പം ഈ സ്പോട്ടിലേക്ക് ആൾക്കാർ കാണാനും ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും വരുന്ന ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ്. ലണ്ടൻ മെട്രോൻ്റെ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇതേപോലുള്ള പാക്കിംഗ് റൗണ്ടാണ് കേട്ടോ നമുക്ക് കാണുക. ഇതുപോലത്തെ ഒരു പ്രത്യേക ഒരു ഗുഹയിലേക്കൊക്കെ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ മെട്രോ ഉണ്ടെങ്കിൽ. ഇവിടെ ഒരുത്തന് ചാടി മരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാടി മരിക്കുകയും ഒക്കെ ചെയ്യും. ഇതാണ് കേട്ടോ നമ്മളെ വന്ന റെസ്റ്റോറൻറ്റ് നവരുചി, ടേസ്റ്റ് ഓഫ് കേരള നവരുചി. നവരുചിയിൽ ഒരു പുതിയ ഔട്ട്ഡോർ കാറ്ററിംഗ് ഒക്കെ ഉണ്ട്. വലിയൊരു ഹോട്ടലാട്ടോ. പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളെ താമസ സ്ഥലമായ സെൻറ്റ് ക്രിസ്റ്റോഫേഴ്സിൻ്റെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്താണ് ലണ്ടൻ വില്ലേജിൻ്റെ താമസം കഴിഞ്ഞു. ഇന്ന് രാവിലെ ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ലണ്ടൻ്റെ കാഴ്ചകൾ നമുക്ക് ഒന്ന് രണ്ടാളെ പരിചയപ്പെടാനുണ്ട്. മലയാളികളായ ലണ്ടനിൽ ജോലി ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരെ. അപ്പം അവരെ കാണാൻ പോയിട്ട് ബാക്കി യാത്രകൾ അതിലൂടെ ലണ്ടൻ സിറ്റീൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക പുതിയൊരു എപ്പിസോഡിലേക്ക്. ലണ്ടൻ സിറ്റീൻ്റെ നമ്മളെ ഫസ്റ്റ് എപ്പിസോഡാണ്. എല്ലാവരും കൂടെ ഉണ്ടാവുക, കാണുക ലണ്ടൻ സിറ്റീൻ്റെ പുതിയ ലണ്ടൻ സിറ്റി എന്താണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ. അപ്പം നമ്മളെ നാട്ടിലുള്ള ഒരു സുഹൃത്ത്, മലപ്പുറത്തുള്ള ഒരു സുഹൃത്ത് ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ മെട്രോ നമുക്ക് ഫസ്റ്റ് തുടങ്ങുന്നത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മെട്രോ ആണ്. ഇവിടുന്ന് കുറച്ച് ദൂരം നമ്മൾ നടക്കാനുണ്ട്. കുറച്ച് ദൂരം അത് നടന്നിട്ട് നമ്മൾ 3 പൗണ്ടാണ് നമ്മളെ യാത്രക്കുള്ള പൈസ. അപ്പോൾ അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് 2 ട്രെയിൻ മാറി കയറിയിട്ട് നമ്മൾ ആ സുഹൃത്തിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മെട്രോ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. എന്ത് മെയിൻ്റനൻസ് നടക്കുമ്പോൾ കണ്ടില്ല, നമ്മൾ സെക്യൂരിറ്റി വെച്ചിട്ടാണ് ചെയ്യുക. നമ്മളെ നാട്ടിലെ ആൾക്കാരല്ല ഇവർ ഇവിടുത്തുകാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിലുള്ള ആൾക്കാരാട്ടോ ആ ജോലി ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇതേപോലെ പിരിവുമായിട്ട് റോഡുമ്മ കിടക്കുന്നുണ്ട്. ഇവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉള്ളത് കൊണ്ടാണ് ഇവരൊന്നും എടുത്ത് പുറത്ത് തള്ളാത്തത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പക്ഷേ കഴിയുന്നത്ര ഇപ്പോൾ ഇവർ വളരെ വെറീഡാണ് ഇത്തരം കാര്യങ്ങൾ ഡിസ്റ്റർബായിട്ട്. പിന്നെ ഓരോ ഷോപ്പിൻ്റെ മുന്നിലും കണ്ടില്ല നിങ്ങൾ ഈ ഫ്ലവർ. ഇത് ഇവിടുത്തെ ഒരു വല്ലാതെ ഭംഗി കൂട്ടുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ബസ്സുകൾ വരിവരിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലണ്ടൻ്റെ പ്രത്യേകത തന്നെ ഡബിൾ തട്ട് ബസ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ബോംബെയിലൊക്കെ ഉണ്ട്, പക്ഷെ ലണ്ടൻ പൂർണ്ണമായിട്ട് ഡബിൾ തട്ട് ബസ്സുകളായിരിക്കും. അത്രയും റഷ് സിറ്റി ആയതുകൊണ്ടാട്ടോ എല്ലാ ജംഗ്ഷനിലേക്കും ലോക്കൽ ബസ്സുകൾ ഉണ്ടാവും. ലണ്ടൻ ബ്രിഡ്ജ് മെട്രോ എന്ന് പറയുന്ന സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഫസ്റ്റിൽ പോകാൻ കഴിയുന്നത് നല്ലൊരു ഭാഗ്യമാണ്. കാരണം ലണ്ടൻ ബ്രിഡ്ജ് ആണ് ലണ്ടൻ്റെ പ്രത്യേകത. മെട്രോ പോകുന്നത് കാണുന്നുണ്ടെങ്കിൽ മുകളിൽ കൂടി ഇത് ലണ്ടൻ്റെ ഒരു പ്രത്യേക സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുമ്പം ഈ സ്പോട്ടിലേക്ക് ആൾക്കാർ കാണാനും ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും വരുന്ന ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ്. ഈ ബിൽഡിങ്ങുകളൊക്കെ 200, 300, ചില ബിൽഡിങ്ങുകളൊക്കെ 500 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകൾ വരെ ലണ്ടൻ സിറ്റി ഉണ്ട്. എന്ന് ലണ്ടൻ സിറ്റി ഉണ്ടായോ അന്നുണ്ടായിരുന്ന ചില ബിൽഡിങ്ങുകളൊക്കെ ഇന്നും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇവർ നിർത്തുന്നുണ്ട് കേട്ടോ. എന്ത് തിരക്കുണ്ടെങ്കിലും ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഓരോരുത്തരുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സിറ്റിയാണ് ലണ്ടൻ സിറ്റി കേട്ടോ. ഇവിടെ നമ്മൾ ക്യൂബിലേക്ക് നമുക്ക് പാസ് ചെയ്യാനുള്ള സിഗ്നൽ വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ കണ്ടില്ലേ അണ്ടർഗ്രൗണ്ട് എന്ന് എഴുതിയിട്ടില്ലേ, അണ്ടർഗ്രൗണ്ട് എന്ന് എഴുതുന്നതാണ് ഇവിടുത്തെ മെട്രോ കേട്ടോ. അണ്ടർഗ്രൗണ്ട് എന്ന് എഴുതുന്നതാണ് ഇവിടുത്തെ മെട്രോ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടാണ് നമ്മൾ പോവുക. ഇവിടെ ക്രോസിംഗ് ആണ്. ഗ്രീൻ സിഗ്നൽ ഉണ്ട്, റെഡ് സിഗ്നലിനും ക്രോസ് ചെയ്യുന്നുണ്ട്. ചെറിയ സ്ഥലമായതുകൊണ്ട് ആൾക്കാർ. എനിക്ക് എൻ്റെ പഴയ പൗണ്ട് ചേഞ്ച് ചെയ്യാനുണ്ട്. അതിന് ചിലപ്പം ബാർക്ലേസ് ബാങ്കോ അങ്ങനെ ഏതെങ്കിലും ബാങ്കിലേക്ക് പോകണം. അത് ഞാൻ പിന്നീട് ചേഞ്ച് ചെയ്യും. ഇപ്പം നമ്മൾ മെട്രോയിലേക്ക് പോവാണ്. ഇത് തന്നെയാണോ നമ്മളെ മെട്രോ എന്നുള്ളതൊന്ന് നോക്കണം. ജൂബിലി ലൈൻ
ഇവിടെ ജൂബിലി ലൈനിൽ നമ്മൾ പോകുന്നത് പ്ലാറ്റ്ഫോം 4-ലാണ് പോകേണ്ടത്. ഓക്കെ, ബർമിംഗ്ഹാം എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങിയിട്ട് വേണം എനിക്ക് മാറി കയറണമെങ്കിൽ. ഈ മെട്രോയിൽ ഞാൻ മുമ്പ് ലണ്ടനിൽ വന്ന സമയത്ത് പോയ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷേ പുതിയ കാലങ്ങളിൽ എന്താ മാറ്റങ്ങൾ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ലണ്ടൻ ഇതുപോലത്തെ യൂറോപ്പ് രാജ്യങ്ങളിൽ ഒരുപാട് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ കോവിഡിന് ശേഷം ഒരുപാട് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് 3 പൗണ്ട് ഇട്ടിട്ടുള്ള ടിക്കറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ടിക്കറ്റ്സ് എന്നുള്ള ബോർഡുണ്ട്, ആ സ്ഥലത്ത് പോയിട്ട് അവരോട് ചോദിച്ചു നോക്കാം. അവിടെ ടോപ്പപ്പേ ഉള്ളൂ. ഇതൊക്കെ മെഷീനാണ് കേട്ടോ. ഡയറക്റ്റ് സെയിൽ ഉണ്ടോയെന്ന് നോക്കട്ടെ കൗണ്ടർ. കാരണം നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസിൽ വെറുതെ പൈസ കുടുങ്ങി സ്വീപ്പായിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പം തൽക്കാലം ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥരൊന്നുമില്ല. അപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ മെഷീനിലാണ്. മെഷീനിൽ കാർഡ്, ബൈ ടോപ്പപ്പ്, ബൈ റീഫണ്ട് അങ്ങനെയൊക്കെയാണുള്ളത്. ടിക്കറ്റ്സിന് അത് തന്നെ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് ടിക്കറ്റ് കിട്ടാനുള്ള സംവിധാനം നോക്കാം. നമ്മളെ നാട്ടിലെ കാർഡ് ഉണ്ടല്ലോ, നാട്ടിലെ ഇൻ്റർനാഷണൽ റോമിംഗ് ഉള്ള കാർഡ് ഉപയോഗിച്ചാൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അത് സ്കാൻ ചെയ്യുക, നമ്മൾ ഇറങ്ങുക, തിരിച്ച് ഏത് സ്റ്റേഷനിലാണോ നമ്മൾ പുറത്തേക്ക് പോകുന്നത് അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ അതിൽ നിന്ന് കട്ടാവുള്ളൂ. അതാണ് അതിനുള്ള പ്രത്യേകത. അതൊരു സുഖമാണ്, ടിക്കറ്റ് എടുക്കേണ്ട പ്രശ്നങ്ങൾ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് മെട്രോയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും യൂസ് ചെയ്ത് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒന്നും കൂടി യൂസ് ചെയ്താൽ എത്രയാണോ അതിൽ സെലക്ട് ചെയ്ത ചാർജ് അത് മാത്രം കട്ടാവും. ഓക്കെ, അതൊരു നല്ലൊരു ചാൻസ് കൂടിയാണ് നമുക്ക്. ലണ്ടൻ മെട്രോൻ്റെ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇതേപോലുള്ള പാക്കിംഗ് റൗണ്ടാണ് കേട്ടോ നമുക്ക് കാണുക. ഇതുപോലത്തെ ഒരു പ്രത്യേക ഒരു ഗുഹയിലേക്കൊക്കെ പോകുന്ന ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ റൂട്ടൊക്കെ മാറിപ്പോട്ടോ. അപ്പോൾ നമ്മളത് ടെൻഷൻ ആവേണ്ട. തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകാതെ ഇരുന്നാൽ മതി. പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ നമുക്ക് പിന്നെയും രണ്ടാമത് റൂട്ടും ചിലപ്പം വീണ്ടും ടിക്കറ്റ് എടുക്കുകയോ റെസ്റ്റ് എടുക്കുകയോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് വരും. ഇതുപോലെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒറ്റക്കൊക്കെ വരുമ്പോൾ പേടിയാവും സത്യത്തിൽ. ഇതൊക്കെ അണ്ടർഗ്രൗണ്ടിലാണല്ലോ ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ പ്ലാറ്റ്ഫോം എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം 4 നമുക്ക് എത്തേണ്ടത് കണ്ടില്ല, എങ്ങനെ ട്രാക്കുണ്ടാവും. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിക്കുന്നത് നിങ്ങളൊക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാട്ടോ. വെസ്റ്റ് ഹാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് പോയി ഇറങ്ങേണ്ടത്. അവിടുന്ന് മാറി കയറിയിട്ട് വേണം ഈസ്റ്റ് ഹാമിലേക്ക് പോകാൻ. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലാറ്റ്ഫോം നമ്പർ 4. ഇവിടെ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷന്, ലണ്ടൻ ബ്രിഡ്ജ് കണ്ടില്ലേ. ഓക്കെ, ഇതുവരെയും ബോംബെയിലും ഇതിങ്ങനെ തന്നെ കേട്ടോ. മെട്രോന് ബോംബെയിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ. ബസ് സർവീസിന് നിങ്ങൾ ആപ്പോ ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ ഒരു റെഡ് റൗണ്ടിൽ ഒരു നീല സംഗതി ഉണ്ടാവുക, അത് ആ ആപ്പ്. ഇവിടെ പണ്ട് മുതലേ ഇതിങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിന് അണ്ടർഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. ഇതുപോലത്തെ മെട്രോകളാണ് ഇവിടെ ഫുള്ള് കേട്ടോ. ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ്, 110 115 വർഷങ്ങളായിട്ടും തോന്നുന്നു ഈ മെട്രോ ഇവർ ഉണ്ടാക്കിയിട്ട്. മെട്രോ കണ്ടുപിടിച്ച കാലങ്ങളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്, ഇവർ ചെയ്തതാണ് ലണ്ടൻ മെട്രോൻ്റെ പ്രത്യേകത. അപ്പോൾ ലണ്ടൻ്റെ ട്രെയിനുകൾക്കും ലണ്ടൻ്റെ മെട്രോകൾക്കൊക്കെ പിന്നെ ഇവർ അപ്ഡേറ്റ് ചെയ്ത് പല സൗകര്യങ്ങളും കൂട്ടി അപ്ഡേഷൻ ആക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ആ പഴയ മെട്രോ തന്നെയാണ് ഇവർ യൂസ് ചെയ്യുന്നതിന് ശേഷം കുറേ കണക്ഷൻസ് വേറെ വന്നിട്ടുണ്ട്, കുറേ ലൈൻസ് വേറെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ലണ്ടൻ മെട്രോ ആണ് നമ്മളെ ട്രഡീഷണൽ മെട്രോ. ഇവരാണ് ഇതിൻ്റെ ആധികാരികമാരായ ആൾക്കാർ. നമ്മളെ മെട്രോ വരുന്നില്ല. മെട്രോ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു പാക്കേജിൻ്റെ ഉള്ളിലാട്ടോ. ഇതൊക്കെ സേഫ്റ്റി ആയിട്ട് ഇതിവിടെ മാത്രമേ ഇത്രയും ഫുള്ള് പാക്കിംഗ് ഉണ്ടാവുള്ളൂ. ചിലർ ഹാഫ്, ഇന്നലെ നമ്മൾ വന്ന പാരീസിലെ ട്രെയിനൊക്കെ ഉണ്ടല്ലേ, ഫുൾ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ട്രെയിൻ പോലെ തന്നെ ഉണ്ടാക്കി വെച്ചത് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരു മെട്രോ ആണ് കേട്ടോ. പണ്ട് മുതലേ ഉള്ള ട്രെയിനുകളുണ്ട് ഇവിടെ. ഇത് പുതിയ ട്രെയിനാണ്, പക്ഷേ ഇവർ അതേ ഡിസൈൻ, പണ്ടത്തെ അതേ ഡിസൈനും പണ്ടത്തെ അതേ എല്ലാ രീതിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ മെട്രോ സർവീസ് നടത്തുന്നത്. പക്ഷേ അപ്ഡേഷൻസ് ഒക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വെസ്റ്റ് ഹാം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി പോകേണ്ടത് നമുക്ക് ഗ്രീൻ ലൈനിലാണ്, ഡിസ്ട്രിക്ട് ലൈൻ.
അതിലേക്ക് മാറിക്കയറണം ഇവിടുന്ന്. എന്നിട്ട് നമ്മൾ നോർത്ത് ഹാമിൽ അങ്ങനെ എന്തോന്ന് എത്തണം. നോക്കട്ടെ, ഇത് വേ ഔട്ടാണല്ലോ കാണിക്കുന്നത്. നാഷണൽ ഡിസ്ട്രിക്ട് ലൈൻ. ഓക്കെ. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഡിസ്ട്രിക്ട് ലൈനിലേക്ക് നോക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഡിസ്ട്രിക്ട് ലൈൻ, നാഷണൽ റെയിൽ ടു ഡിസ്ട്രിക്ട് സിറ്റി, വേ ഔട്ട്, നാഷണൽ റെയിൽ ഇൻ ഡിസ്ട്രിക്ട് ലൈൻ. അവിടേക്കുള്ള താഴോട്ടുള്ള ലിഫ്റ്റ് ഇതാണ്. വലിയ ലോകമാണ് ഇപ്പോൾ. പക്ഷേ ഇത് നമ്മളെ കണ്ടില്ല, നിങ്ങൾ വേറെ മെട്രോ പോലൊന്നും അല്ലല്ലോ. കണ്ടില്ല, ഇവർ ഇഷ്ടിക കൊണ്ടൊക്കെ ഉണ്ടാക്കി ആ ഒരു എന്താ പറയുക, ലണ്ടൻ എന്നുള്ള ആ ഒരു അടയാളം വരെ എല്ലാ സ്ഥലത്തും നിലനിർത്തും. അതേപോലെ പാരീസും അവിടെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അവർക്ക് അവരെ അടയാളങ്ങൾ നിലനിർത്തിക്കൊണ്ട് അവരെന്തും ചെയ്യുള്ളൂ. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മളെ ട്രഡീഷണലായിട്ടുള്ള അടയാളങ്ങൾ നിലനിർത്തണം. വേറെ ആർക്കും ഒന്നും ആരും നമ്മൾ കോപ്പി ചെയ്തിട്ടല്ല നമ്മളെ നാട് ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലെ ട്രഡീഷണൽ പക്ഷേ വൃത്തിയായിട്ട് വളരെ സീരിയസ് ആയിട്ടാണ് അത് ചെയ്യേണ്ടത്. ഡിസ്ട്രിക്ട് ലൈനിൽ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഡിസ്ട്രിക്ട് ലൈൻ, കീപ് ലെഫ്റ്റ്. അപ്പോൾ ഇതാണ് ഡിസ്ട്രിക്ട് ലൈൻ. ഇങ്ങനെയാണ് നമ്മൾ മെട്രോയിട്ട് കയറുക കേട്ടോ. നമ്മൾ ഉള്ളിൽ ഇറങ്ങി ഒരു ലൈൻ ഇറങ്ങി അടുത്ത ലൈനെത്തുമ്പോൾ നമ്മൾ ടെൻഷനായി പോകും, എങ്ങനെ നമ്മൾ കയറണം, എങ്ങനെ പോകണം എന്നൊക്കെ. പക്ഷേ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് വരയിൽ ഇൻഫർമേഷൻസ് ഉണ്ടാവും. ആ ഇൻഫർമേഷൻസ് നോക്കി നമ്മൾ പോന്നാൽ മതി. ടെൻഷൻ ആവാതെ പോന്നാൽ മതി. ഈ മെട്രോ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടത് അണ്ടർഗ്രൗണ്ട് മെട്രോൻ്റെ സെക്യൂരിറ്റി കണ്ടിരുന്നു നിങ്ങൾ. ഭയങ്കര സെക്യൂരിറ്റിയാണ്. പക്ഷെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഇല്ല. ഇവിടെ ഒരുത്തന്നെ ചാടി മരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവന് ചാടി മരിക്കുകയും ഒക്കെ ചെയ്യാം. ഇതാണ് വരെ മെട്രോൻ്റെ സ്ഥലത്ത്. ഇപ്പം ഇത് തിരിച്ച് നമ്മളെ ഓപ്പോസിറ്റ് പോകുന്ന ട്രെയിനാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1. ഇവിടെയാണ് നമുക്ക് വരേണ്ടത്, പ്ലാറ്റ്ഫോം 2. അപ്പം എങ്ങനെയുണ്ട് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ? എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഭംഗിയായി തോന്നില്ലേ? Mind the gap between the train and the platform. അപ്പം നമ്മൾ ഈസ്റ്റ് ഹാമിൽ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ കാർഡ് വെച്ചാലേ നമുക്ക് നമ്മളെ ക്യാഷ് എത്ര കട്ടാവുമെന്ന് അറിയുള്ളൂ. 3 പൗണ്ട് ആവുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ അദ്ദേഹത്തിനെ കാണാമെന്നാണ്. കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി ഇന്നത്തെ പ്ലാനിങ് ഉള്ളൂ. എൻ്റെ വേറെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പ്ലാനിങ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാനിപ്പം തീരുമാനിച്ചിട്ടില്ല. ഇന്ന് ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയിട്ട് എന്താണെന്നുള്ളതൊക്കെ കുറച്ച് ഒരു പ്ലാനിങ് ഡേ ആണിന്ന്. പക്ഷേ നമ്മൾ സിറ്റീൻ്റെ നല്ല കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യും. ഈസ്റ്റ് ഹാം സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോഴുള്ളൊരു കാഴ്ച കേട്ടോ. നമ്മൾ ബോംബെയിലൊക്കെ പല സ്ഥലത്തും ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ചതിൻ്റെ കുറേ സെയിം തന്നെ കേട്ടോ. ഇത് അന്ന് ഉണ്ടാക്കിയതാണല്ലോ ഈ ഭാഗങ്ങളൊക്കെ. കുറേ സെയിമാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ നാട്ടിൽ വൃത്തിയില്ല, കുറേ ജനങ്ങളും ഉണ്ടാവും എന്നുള്ള വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും ആ പഴമകളും കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നത്. ആൾക്കാർ വൃത്തിയുണ്ട്, ആൾക്കാർ ക്വയറ്റാണ്, കുറവാണ്. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി കൺസ്ട്രക്ഷനിലൊന്നും ഒരു വ്യത്യാസവും ഒരു പുതുമകളും ഇവിടെ ഇല്ല. ഡബിൾ തട്ട് ബസ് പോകുന്നുണ്ടെന്നുള്ളൂ. ചില സമയങ്ങളിൽ അത് ബോംബെയിലും പല സ്ഥലത്തും ഇപ്പോഴും ഉണ്ട്.
നമ്മൾ കാണാൻ നോക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നവരുചി കേരള റെസ്റ്റോറൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ബോംബെയിലോ ഒക്കെ ഉള്ള സെയിം ഫീലിംഗ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു ഫീലിംഗും ലണ്ടൻ്റെ നമുക്ക് തോന്നില്ല. അത് അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലങ്ങൾ ഒക്കെ സെയിം ബോംബേൻ്റെ അതേ ഫീലിംഗ് കിട്ടും. എന്ത് ലണ്ടനാണ്. അപ്പം നമുക്ക് ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ ബോംബെ പോലെ തന്നെ അല്ലെങ്കിൽ നാട്ടിലെ പോലെ തന്നെ ജീവിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഞാൻ കേട്ടിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ നമ്മൾ ഇന്ത്യക്കാരും മലയാളികളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് സെയിം ഫീലിങ്ങിൽ തന്നെ ജീവിക്കാൻ പറ്റും. ഇത് കണ്ടെങ്കിൽ വലിയൊരു അമ്പലമുണ്ട്. ഈ അമ്പലം തന്നെ ഒരു അടയാളമാണ് നമുക്ക്. ഇവിടെ മലയാളികളോ തമിഴ് ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് അത് ആ വലിയൊരു അമ്പലം വന്നത്. ഇതൊക്കെ പഴയ കാലങ്ങളിൽ അന്ന് ബ്രിട്ടീഷുകാർ നമ്മളെ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നാണ് തോന്നുന്നു ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് ജോലിക്ക് കൊണ്ടുവന്നിട്ട് ആ ആൾക്കാർ ഇവിടെ സെറ്റിൽ ആയതാട്ടോ. ആ ജോലിക്കാർ അവരെ മൂന്നാമത്തെ തലമുറയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ഉണ്ടാക്കിയ അമ്പലങ്ങളാണ്. അന്നും ഇവർക്ക് ഈ ഒരു ട്രഡീഷണൽ ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു സംഗതി തന്നെയാണ് കേട്ടോ. ഇന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എവിടെ പോയാലും ഞാൻ പല സ്ഥലങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, തമിഴ് ആൾക്കാർക്ക് അവരെ ആ ഒരു കൾച്ചർ വിട്ടിട്ട് ഒന്നിനോടും അവർക്ക് കഴിയില്ല. അവർ ഡെവലപ്പൊക്കെ ആയിട്ടുണ്ടാവും, പൈസ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരെ കൾച്ചർ വിട്ടിട്ട് അവർക്ക് ആരും നിൽക്കില്ല. അവരാ ഒരു റെസ്പെക്റ്റ് കൾച്ചർ ഉണ്ടല്ലോ, അതൊരു ദ്രാവിഡ കൾച്ചർ വേറെ തന്നെ ലെവലാട്ടോ. നമ്മളത് അവരോട് എന്താ പറയുക, സ്നേഹവും റെസ്പെക്റ്റും കാണിച്ചേ പറ്റും. ഇതാണ് കേട്ടോ നമ്മളെ വന്ന റെസ്റ്റോറൻറ്റ് നവരുചി, ടേസ്റ്റ് ഓഫ് കേരള നവരുചിയിൽ ഒരു പുതിയ താരം മലയാളത്തിൽ. ഔട്ട്ഡോർ കാറ്ററിംഗ് ഒക്കെ ഉണ്ട്. വലിയൊരു ഹോട്ടലാട്ടോ. നമ്മളെ ഹാപ്പി ഹൗസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ 12 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക, തുറക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഔട്ട് സൈഡ് വ്യൂ ആണ് കണ്ടത്. ഇതിൻ്റെ ടുഡേ സ്പെഷ്യൽ ഇത് നമ്മളെ മലപ്പുറത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ പരിചയമുണ്ട്. നമ്മൾ ഒരു കുറേ കാലമായിട്ടും എൻ്റെ ഫാദറുമായിട്ട് നല്ല ബന്ധമാണ്. പുള്ളീൻ്റെ മോൻ്റെതാണ്. ഓൻ ഇവിടെ പഠിച്ചതിന് ശേഷം ഇവിടെ സെറ്റിലായത്. നമ്മൾ നവരുചി റെസ്റ്റോറൻറ്റിൻ്റെ അകത്താട്ടോ ഞങ്ങളുള്ളത്. ഇതാണ് സെറ്റപ്പ്. നമ്മൾ ഒരു കോഴിക്കോടൻ ടച്ചിലുള്ള കുറേ കാര്യങ്ങൾ എഴുതിയൊക്കെ വെച്ചിട്ടുള്ള ഒരു പഴയ ടൈപ്പിൽ കൂടി ആക്കിക്കൊണ്ടാണ് ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. വയറ് മനസ്സും നിറയ്ക്കാൻ നവരുചി ബെസ്റ്റാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇത് ഇവരിങ്ങനെ നാട്ടിലെവിടെയോ മൊയ്തീനെ ഇപ്പം ശരിയാക്കി തരാമെന്നുള്ളതാണ്. അതൊക്കെ ഇവിടെ വരുന്നവർക്കൊരു ട്രഡീഷണൽ ഫീലിംഗ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഭയങ്കര മഴ ഉണ്ട് വേറെ സ്ഥലങ്ങളിൽ. ഇവിടെ മഴ പൊടിയുന്നുമുണ്ട്. അപ്പം ഞാനൊന്ന് കയറി നിന്നതാണ്, ബാക്കി ഷൂട്ട് ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കസ്റ്റം ഹൗസ്, ഇതൊക്കെ ബസ്സുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാനിങ് ടൗൺ, ഇതൊക്കെയാണ് ലണ്ടൻ്റെ ലോക്കൽ ഏരിയയൊക്കെ. ബെക്ടോൺ സ്റ്റേഷൻ, ഇങ്ങനെ ഇപ്പം ഇവിടെ പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൽഫോർഡ്, അതൊക്കെ ഫേമസ് സ്ഥലങ്ങളാട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് കയറി ബിൽഡിങ്ങിലേക്ക് കയറി നിന്നതാട്ടോ. അപ്പോൾ ഇനിയൊന്ന് മഴ ചോർന്നെങ്കിലേ നമുക്ക് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ എപ്പോഴും മഴയാണ്. വേറെ സ്ഥലത്ത് ട്രെയിൻ വരെ ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കുറച്ച് സ്ട്രോങ് ഉള്ള മഴ പെയ്താൽ അവിടെ മെട്രോ ഒക്കെ ഒന്ന് ബ്ലോക്കാവും. ഇത് ലണ്ടനിൽ ഞാൻ വന്ന നമ്മളെ മലയാളീൻ്റെ ഹോട്ടലാട്ടോ. എന്താ റഷ് എന്ന് അറിയപ്പെടുന്നത്, ഫുള്ള് റഷാണ്. എനിക്ക് 2 അപ്പവും ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫിഷിൻ്റെ സ്പെഷ്യൽ. എത്ര വലിയ ഫിഷാണെന്ന് അറിയാം. ഈ സംഗതിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ചോറ്, ബിരിയാണി, ഭയങ്കര തിരക്കാണ് ഫുൾ ടൈം. വെറും മലയാളികൾ മാത്രമല്ല, പല ആൾക്കാരും ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ലണ്ടനിൽ ഇതേപോലെ റെസ്റ്റോറൻറ്റിന് ഒരുപാട് ചാൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതാണ് റെസ്റ്റോറൻറ്റിൻ്റെ എനിക്കൊരു മീൻ കറിയും അപ്പവും. ഞാനിപ്പം കനാരി വാഫ് എന്ന് പറഞ്ഞ ഒരു വലിയ സ്റ്റേഷനിലെത്തിയിട്ടോ. ലണ്ടൻ സിറ്റിയിലെ ഒരു വലിയ ഒരു സ്റ്റേഷനാണ്. ജൂബിലി ലൈൻ എന്ന് പറഞ്ഞ ലൈനിനാണ് വന്നത്, ജൂബിലി പാലസ് മാൾ. അപ്പോൾ അതിൻ്റെ ആ മൊത്തത്തിലൊരു ജൂബിലി ലുക്കാണ്. ഇത് നോക്കുക, ഇവിടുത്തെ എസ്കുലേറ്റർ ഇത് വലിയൊരു സംഭവം തന്നെ കേട്ടോ. ഇതുവരെ ഞാൻ ഈ ഒരു സെറ്റപ്പിൽ ഇത്ര ഒരു ഭംഗിയിൽ ഒരു എസ്കുലേറ്റർ കണ്ടിട്ടില്ല. വലിയ 4 വലിയ എസ്കുലേറ്റർ, അതിനായി ചെയ്ത ഗ്ലാസിൻ്റെ പാക്കിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും രസമായത്.
ഓ ഇത് വലിയ ഏരിയ ആണ്, ഇൻ്റർനാഷണൽ പ്ലേ ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹോങ്കോങ്ങിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ബിൽഡിങ്ങാണ്. ഈ ഹോങ്കോങ്ങിൻ്റെ സ്ട്രക്ചർ കണ്ട സമയങ്ങളിലൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ബിൽഡിങ്സൊക്കെ സെറ്റാവുന്നത്. ഇത് ഇവരെ അണ്ടറിലായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ എന്താണോ ചെയ്തത് അതെന്നെ സിസ്റ്റം അത് അവിടെ നടന്നത്. സെയിം സിസ്റ്റത്തിനാണ് ഇവിടെ ഇവർ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ ഒരു ക്ലോക്ക് പോലൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ ക്ലോക്കിലും ഒരേ സമയമാണ്. ചെറിയൊരു കൗണ്ടർ ഷോപ്പ്, ഇതൊക്കെ ഒരു പുതുമയുള്ള ടൈപ്പ് തന്നെയാണ് ഇവിടെ. അവിടെ ഒരു മെട്രോൻ്റെ ലൈനുണ്ട്. ഇത് ഹൈ ഫെസിലിറ്റി ഏരിയ കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ ഇൻ്റർനാഷണൽ ഓഫീസുകളൊക്കെ ആയിരിക്കും ഈ ബിൽഡിംഗ് ഉണ്ടാവുക. ഇതൊക്കെ ബ്രാൻഡഡ് ആയിരിക്കും. ഇവിടുത്തെ ചെറിയ ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ, ചെറിയ കോഫി ഷോപ്സ്, റെസ്റ്റോറൻറ്റുകൾ, എല്ലാത്തിനും ഒരു റിച്ച് ലുക്കാണ് മൊത്തം. അപ്പം കാനഡ പാലസ് എന്ന് പറഞ്ഞ ഒരു പാലസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാനഡ പാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മാളും ഹോട്ടൽസും പിന്നെ ഓഫീസ്, വലിയ വലിയ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ആൻഡ് ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ഉള്ള സ്ഥലം കേട്ടോ. വലിയ ആൾക്കാരൊക്കെ വരുന്ന ഏരിയകളാണ്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ഇവിടേക്ക് വരുമ്പോൾ സമയത്ത് എന്നെ സെക്യൂരിറ്റി വിളിച്ചിരുന്നു. സെക്യൂരിറ്റി വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് എന്തിനാണ് നീ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വ്ളോഗറാണ്. അങ്ങനെ എൻ്റെ വ്ളോഗർ ID കാണിച്ചു കൊടുത്ത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നോക്കി ശ്രദ്ധിക്കാൻ പറഞ്ഞു. സെക്യൂരിറ്റി ഉള്ള ഭാഗങ്ങളിലൊന്നും വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ ആ വിഷയം. നമ്മൾ കറക്റ്റ് വേയിൽ കൂടിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഒന്നുമില്ല. എവിടെയെങ്കിലും നമ്മളിലൊരു റോങ് ഉണ്ടെങ്കിലും നമ്മൾ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നീങ്ങുമ്പോൾ മാത്രമേ ഇതിനൊക്കെ ബുദ്ധിമുട്ടുള്ളൂ. അല്ലാത്ത ഭാഗങ്ങളിലൊന്നും എവിടെയും ഇതിനൊന്നും നമ്മൾ റോങ് ചെയ്യാത്ത കൊടുത്താൽ നമുക്ക് പ്രശ്നങ്ങളില്ല. പിന്നെ അവർ ഉദ്യോഗസ്ഥരാണ്, അവർ സെക്യൂരിറ്റിയാണ്. അവർ ചോദിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾക്ക് കറക്റ്റ് ആൻസർ കൊടുക്കണം. കാരണം അത് അവരുടെ ജോലിയാണ്. അവർക്ക് ഈ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഒരു റിസ്ക് ഉള്ള ഒരു ജോലിയാണ് ഈ സെക്യൂരിറ്റി ജോലി എന്ന് പറയുന്നത്. കാരണം അവർക്ക് അതാണല്ലോ അവരുടെ ജോലി. അവിടെ ഒന്നും സംഭവിക്കരുത് എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു അടുത്തൊരു സ്ഥലത്തേക്ക് എത്തി. ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത് കണക്ടിവിറ്റി ആയിരിക്കും. വലിയ ഒരു ലോകം തന്നെ ആയിരിക്കും കണക്ട് ചെയ്ത് ഇവിടെ ഉണ്ടാവുക. അതാണ് ഈ ഏരിയക്കുള്ള ഒരു പ്രത്യേകത. എന്ത് ഭംഗിയല്ലേ ഇതുപോലത്തെ വലിയ മാളുകളൊക്കെ. നമ്മളവിടുത്തെ ലുലു മാൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ചെറിയൊരു സാധനം നമ്മളവിടുത്തെ ഉള്ള ഒരു ഫീലിങ്ങിനൊക്കെ കിട്ടും. എലിസബത്ത് ലൈൻ, കനാരി വാഫ്, ഇതിപ്പോൾ എലിസബത്ത് ലൈനാണ് കേട്ടോ. ഇവിടെയാണ് എലിസബത്ത് ലൈൻ. ഓക്കെ, കനാരി വാഫ് എന്ന് പറഞ്ഞ് അത് സ്റ്റേഷനുണ്ട്, എല്ലാം ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അവിടെ മെട്രോ ആണെന്ന് തോന്നുന്നു. അത് മെട്രോ സ്റ്റേഷനാണ്. ഇത് കനാരി വാഫ് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഇത് പുതിയൊരു ലൈനാണെന്ന് തോന്നുന്നു. മെട്രോൻ്റെ എലിസബത്ത് ലൈൻ എന്ന് പറയുന്ന പുതിയൊരു ലൈനാണ് കേട്ടോ. ആ പുതിയ ലൈനിൻ്റെ പ്രത്യേകത ഇതിൽ ഫുള്ള് കാണാനുണ്ടാവും എല്ലാ കാര്യത്തിലും. മെട്രോയിൽ എലിസബത്ത് ലൈൻ ഇതിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് ഏറ്റവും പുതിയ മെട്രോ ലൈനാണ് എലിസബത്ത് ലൈൻ എന്ന് പറയുന്നത്. ഇതിൽ പോയിട്ടാണ് നമ്മളെ കസിൻ്റെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. അഭയപൂട് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക്. ഇവിടെ നിന്ന് നമ്മൾ അഭയപൂട് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോകും. ഏറ്റവും പുതിയ സ്റ്റേഷൻ ആയതുകൊണ്ട് അതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് കൂടിയാണ് കേട്ടോ. കൺസ്ട്രക്ഷനൊക്കെ ഏറ്റവും പുതിയ സ്റ്റേഷൻ്റെ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. ഭയങ്കര വിശാലത ഉണ്ട്. പിന്നെ ഇവിടെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നിന്നാണ് നമുക്ക് അഭയപൂട്ടിലേക്ക് പോകേണ്ടത്. അഭയപൂട്ടിലേക്ക് അടുത്തത് 3 മിനിറ്റിൽ ട്രെയിൻ വരും. അതാണ് ഈ കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ ലൈൻ. അഭയപൂട്ടിലേക്ക് പോകുന്നത് 3 മിനിറ്റിൽ ഇനി അടുത്തത്. അപ്പോൾ 3 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്താൽ ഇവിടെ കറക്റ്റ് ടൈമിങ്ങിന് ട്രെയിൻ വരും. ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കയറിയിട്ട് നേരെ അഭയപൂട്ടിലെത്തും. ഇതാണ് മെട്രോ സ്റ്റേഷൻ. ഏറ്റവും വലിയ സ്റ്റേഷനെ പോലെയുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ഡിക്കോറ് കാര്യങ്ങൾ സെറ്റപ്പ് ഒക്കെ തന്നെ, സെക്യൂരിറ്റി വരെ. അങ്ങനെ നമ്മൾ ആ സ്റ്റേഷനിൽ നിന്ന് പുറത്തെത്തിയിട്ടോ. ഇത് ഒരു ഗ്രാമം പോലത്തെ സ്ഥലമാണ് കേട്ടോ.
ലണ്ടൻ്റെ ഒരു ഗ്രാമം പോലെ, അതായത് ഹൗസിംഗ് കോളനീസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. സിറ്റിയിൽ നിന്നും ഒരല്പം വിട്ടിട്ടാണ്. ഇവിടെ അധികവും ഹൗസിംഗ് കോളനീസും ആൾക്കാർ താമസങ്ങളൊക്കെ ഉള്ളതാണ്. ഇന്ത്യക്കാർ പ്രത്യേകിച്ചുള്ള കുറേ ഉള്ള സ്ഥലങ്ങളാട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നുണ്ട്. ഗാംഗ്വിച്ച് നമ്മുടെ ഹീത്രോ എയർപോർട്ട് ഈ ഭാഗത്താണ്, ഈ തൊട്ടടുത്താണ് ഇവിടുന്ന്. ഇപ്പം നമ്മൾ പോകുന്നത് അവരെ വീട്ടിലേക്ക് തന്നെ പോകാം കേട്ടോ. കസിൻ്റെ വീട്ടിലേക്ക് കാണാൻ പോവാണ്. കസിനും കസിൻ്റെ മകനും ഉള്ളതാണ്. അപ്പോൾ അവരൊന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യണം. ചിലപ്പം ഇന്ന് അവിടെ ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ അവിടുത്തെ കുറച്ച് ലോക്കൽ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ഈ ഹൗസിംഗ് കോളനീസിൻ്റെ താമസ രീതികളും ഏതൊക്കെ രാജ്യക്കാർ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ താമസങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ബാക്കി വീട്ടിലെത്തിയതിന് ശേഷം എന്താണ് കാര്യങ്ങൾ എന്നറിയാം. അവരിവിടെ സെറ്റിലായതാണ് ഇപ്പം വന്നിട്ട് കുറഞ്ഞ 1-2 വർഷങ്ങളായിട്ടുള്ളൂ. അപ്പോൾ എന്താണ് അവരെ UK ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഇതൊക്കെ നമുക്കറിയാം. ഇതുപോലെ മെട്രോ സ്റ്റേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബസ് സ്റ്റേഷൻസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണ് ഇവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് ഈ സിറ്റിനോടനുബന്ധിച്ച്, പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഫുള്ള് ഹൗസിംഗ് കോളനീസ് ആയിരിക്കും. ഓക്കെ, അത് കമ്മ്യൂണിറ്റി രീതിയിലുള്ള എല്ലാ സംഗതികളും അവിടെ ഉണ്ടാവും. അപ്പോൾ സിറ്റിയായിട്ട് ജീവിതത്തിന് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണിത്. ഇത് വെറും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മെട്രോ ട്രാവലേ ഇവിടേക്ക് വരാനുള്ളൂ. ഇതിലൊരു ഫ്ലാറ്റാണ്. നമ്മൾ ഹൗസിംഗ് കോളനീസ് ഇങ്ങനെയാണ്. കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് നേരെ റോഡിൻ്റെ മുന്നിലുണ്ടാവും. പിന്നെ ഇതേപോലെ കുറേ ഫ്ലാറ്റുകൾ. ഈ കാണുന്ന ഇതിൻ്റെ ബാക്കിൽ ജിമ്മായിരിക്കും. ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഹോം അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലങ്ങൾ. ഐക്യു ട്രാവലർ ബ്ലഡിനെ തേടി വന്നതാണ് ലണ്ടനിൽ വന്നപ്പോൾ. അവരെ ഇതിൻ്റെ വലിയൊരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോട് ചേർന്നിട്ടാണ് ഈ താമസ സൗകര്യങ്ങളുള്ളത്. ഇത് വെറും 45-50 മിനിറ്റ് നമ്മളെ ലണ്ടൻ മെയിൻ സിറ്റിയിൽ നിന്ന്. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും ഇതൊരു ഗ്രാമത്തിൻ്റെ നല്ലൊരു സൗകര്യമുള്ള, നല്ലൊരു വിശാലമായ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് മുമ്പുണ്ടായിരുന്നത്. ഇവിടെ വർഷങ്ങൾക്ക് മുന്നായിട്ടുള്ള ഇവിടുത്തെ ഫ്ലാറ്റ് സമുച്ചയം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇവിടെയാണ് ഓരോരോ വീടുകളും അപ്പാർട്ട്മെൻറ്റുകൾ പോലെ മുമ്പുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്. അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന സൂപ്പർ മാർക്കറ്റിനോടൊപ്പം തന്നെ വന്ന ഒരു ഭാഗമാണ്. മോട്ടിസ് ഫോണ്ട് റോഡ്. ഇതാണ് പഴയ ഇംഗ്ലണ്ടിൻ്റെ ശരിക്കുള്ള ഹൗസിംഗ് കോളനീൻ്റെ പ്രത്യേകതകൾ. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കും. ഫ്ലെക്സ്റ്റോ റോഡ് കണ്ടില്ല നിങ്ങളൊരു ശരിക്കുള്ളൊരു ഗ്രാമം തന്നെ, ഒരു കാട് പോലത്തെ ഏരിയയിലുണ്ടായിരുന്നു. പക്ഷേ പണ്ട് മുതലേ ഇവിടെ താമസമുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സെക്കൻഡ് കാറ്റഗറി ഡെവലപ്മെൻറ്റിൽ വന്നതാണ് ഇത്. മറ്റേത് 2 തട്ടാണെങ്കിൽ ഇത് 3, 1, 2, 3, 4 തട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വന്നതാണ് ഇത്രയും തട്ടുകളുള്ള വലിയ ടവറുകൾ. അതാണ് ലണ്ടൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡെവലപ്മെൻറ്റ് രീതിയാണിത്. ഒരു 50, 60, 70 വർഷങ്ങൾക്ക് മുന്നേ വന്നതായിരിക്കും അത്. ഓക്കെ, ഒരു അത്രയൊക്കെ തന്നെ വർഷങ്ങൾക്ക്. ഇത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വന്നതാണ്. ഇതാണ് പുതിയ അപ്പാർട്ട്മെൻറ്റ്സ്. ഇവിടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ സെയിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതിൽ ഫ്ലാറ്റ് വാങ്ങിച്ചാൽ ഇതിൻ്റെ പ്രൈസോ കാര്യങ്ങളോ വേണമെങ്കിൽ ഞാൻ അന്വേഷിച്ച് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ PR-നും നിങ്ങൾക്ക് ഇവിടെ വേറെ ബിസിനസ് ചെയ്യാനും അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. ഓക്കെ, ഫസ്റ്റിൽ നിങ്ങൾ വന്നിട്ട് ആ എമൗണ്ടുമായിട്ട് വന്നിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം. ആദ്യം ഇതിനെ വാങ്ങിക്കണം. നിങ്ങളെ പേരിൽ തന്നെ കിട്ടും. വാങ്ങിച്ചിട്ട് നേരെ നിങ്ങൾക്ക് ബിസിനസ്സോ ഇവിടെ ജോലി ചെയ്യേ ഫുൾ സെറ്റിലാവാം ഇവിടെ. അപ്പോൾ അതിൽ ഫാമിലിക്കും കിട്ടും. അങ്ങനെ ആകുമ്പം നമ്മൾ പർച്ചേസ് ചെയ്താൽ നമ്മളെ ഡിപ്പെൻഡായ ഫാമിലിക്ക്, വൈഫും മക്കളും ആയ, കല്യാണം കഴിയാത്ത മക്കളുണ്ടെങ്കിൽ അവർക്കും അപ്പം തന്നെ അതിൻ്റെ കൂടെ പാസ്പോർട്ട് കിട്ടൂല. പക്ഷെ വിസ ആണ് ആദ്യം കിട്ടുക, പിന്നീട് അത് പാസ്പോർട്ടായി മാറും സ്വാഭാവികമായിട്ട്. അങ്ങനെ എനിക്ക് ലണ്ടനിലൊരു കസിൻ ബ്രദർ ഉണ്ട്. അപ്പം അവൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നതാണ് ഞാൻ അവനെ കാണാൻ. അപ്പം ഞങ്ങളിവിടെ ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് വന്ന സന്തോഷത്തിൽ. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച്
ഇന്ന് രാത്രി ഞാൻ ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ നമ്മൾ ലണ്ടന്റെ മറ്റു കാഴ്ചകൾ, വ്യത്യസ്തമായ കുറച്ചുകൂടി നല്ല കാഴ്ചകൾ കാണാം.